നമസ്കാരം. വെനീസ് ടൂർണമെന്റ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മാഹിൻ എന്ന് പറയുന്ന ഈ ഒരു ബ്ലോഗറെ കുറിച്ചിട്ടാണ്. കാരണം ഇദ്ദേഹം പല രാജ്യങ്ങളിലും പോയിട്ട് വ്ളോഗ് ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു അഫ്ഗാനിൽ പോയിട്ട് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗ് സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും പിന്നീട് സംഘപരിവാർ പ്രവർത്തകരൊക്കെ ഒരുപാട് പൊങ്കാലയിടുകയൊക്കെ ചെയ്തതാണ്. അപ്പൊ ഈ മാഹിൻ എന്ന് പറയുന്ന ബ്ലോഗർ പലസ്തീൻ അനുകൂലമായിട്ടുള്ള ഒരുപാട് വീഡിയോകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു പയ്യനാണ്, ഒരുപാട് രാജ്യങ്ങൾ കറങ്ങി വ്ളോഗ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന വ്ളോഗർ ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരുന്നു. ഇപ്പൊ ഏതാണ്ട് ഒരു 10 ദിവസത്തോളമായി ഇദ്ദേഹത്തിന്റെ വീഡിയോകളോ അല്ലെങ്കിൽ എവിടെയാണെന്നോ അതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും ഇല്ല. ആദ്യം നമുക്ക് ഈ വ്ളോഗർ എന്താണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൽ നിന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമ്മുടെ ജെറുസലേം അമ്മായി, ഈ അമ്മായി ഇപ്പം ഈ വ്ളോഗറെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് ശരിപ്പെടുത്തി കളയുമെന്നാണ് പറയുന്നത്. ആ ഒരു വീഡിയോ കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ വ്ളോഗർ ഇസ്രായേലി കൂടെ നടന്ന് ചെയ്യുന്ന ആ ഒരു വീഡിയോയുടെ ഒരു ചെറിയ ഭാഗം ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇത് ഹോസ്റ്റേജായി കൊണ്ടുപോയപ്പെട്ട ആളുകളുടെ പേരാണ്. എന്നിട്ട് ലാസ്റ്റ് ചാൻസ് എന്ന് ഇട്ടേക്കുമാണ്. അതായത് ഇനിയൊരു അന്ത്യമില്ല, അവരെ കൊണ്ടുവരാനെന്ന് സൂചിപ്പിക്കുന്നതാണ്. റേപ്പ് ബൈ അറബ്സ് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, കിഡ്നാപ്പ് ബൈ അറബ്സ്, ബോൺ ബൈ അറബ്സ്, ബറീഡ് അലൈവ് ബൈ അറബ്സ്. യെസ്, ഇസ്രായേലിന്റെ ക്യാപിറ്റൽ നഗരമായിട്ടുള്ള ടെൽ-അവീവിൽ നിന്ന് സ്വാഗതം പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. നിങ്ങൾക്കറിയാലോ, 5.5 മണിക്കൂർ ഞാൻ ചോദ്യങ്ങൾക്കിടയിലൊക്കെ നിൽക്കേണ്ടി വന്നു. അവസാനം മോർണിംഗ്. പണ്ട് ഡമാസ്കസിൽ നിന്ന്, നമ്മുടെ സിറിയയുടെ തലസ്ഥാനമായിട്ടുള്ള ഡമാസ്കസിൽ നിന്ന് ടെൽ-അവീവിലെ ജാഫ വരെ നീണ്ടു നിന്ന പണ്ടത്തെ ഒരു ട്രെയിനാണ്. അതായത് നമ്മുടെ ഇസ്രായേൽ രൂപീകരണത്തിന് മുമ്പ്, ഇപ്പോഴല്ല, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരണത്തിന് മുമ്പ് പണ്ട് സിറിയയിൽ നിന്ന് ജാഫ എന്ന് പറയുന്നത് ടെൽ-അവീവിലെ ഒരു സ്ഥലമാണ്. അവിടം വരെ ഉണ്ടായിരുന്ന ഒരു ട്രാമാണ് കേട്ടോ നിങ്ങളെടുത്ത് കാണുന്നത്. അത് പക്ഷേ ഇപ്പോൾ ഇല്ല, ഇപ്പോൾ അത് ഇല്ല. ചിത്രങ്ങൾ ബ്രിങ് ദം ഹോം നൗ. അതായത് ഹോസ്റ്റേജ് ആയിട്ട് കൊണ്ടുപോയ ആൾക്കാരെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നതാണ്. അതായത് ഇവിടെയുള്ള ഭരിക്കുന്ന ആളുകൾ അവരെ കൊണ്ടുവരുന്നില്ലല്ലോ, കൊണ്ടുവരാനായിട്ട് വലിയ സംഭവം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മൂവ്മെൻ്റൊക്കെയാണ്. പണ്ട് ജൂതമതക്കാർ ഇവിടെ വന്നു, അത് ഇത് എന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു. ഇസ്രായേൽ എവിടെ പോയാലും സുരക്ഷിതമാണ്, ഇസ്രായേലിൽ ജൂതമതക്കാരുള്ള ഏത് സ്ഥലത്ത് പോയാലും സുരക്ഷിതമാണ്, പക്ഷേ അറബ്സ് ഉള്ള സ്ഥലത്ത് പോയാൽ സുരക്ഷിതമല്ല, അതൊന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ എൻ്റെ യാത്രാനുഭവം മനസ്സിലാക്കിയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, അത് സത്യമാണോ അല്ലേന്ന്. കരോള ഇവിടെ ഉണ്ടായിരുന്നപ്പോഴും കരോളയുടെ അടുത്ത് ഇതാണ് ആക്ച്വലി പറഞ്ഞത്. ഇവിടെയുള്ള ആളുകളെല്ലാം ജൂതമതക്കാരുള്ള സ്ഥലത്തെല്ലാം കുഴപ്പമില്ല, പക്ഷേ അറബ്സ് ഉള്ള സ്ഥലത്ത് സൂക്ഷിക്കണമെന്ന് കരോളയുടെ അടുത്ത് പറഞ്ഞു. പക്ഷേ കരോളയ്ക്ക് പോയപ്പോൾ ഓപ്പോസിറ്റായിട്ട് ഉണ്ടായത്. എനിക്ക് ചിലപ്പോൾ ഓപ്പോസിറ്റ് ഉണ്ടാവാം, ചിലപ്പോൾ അതിന് ഈ പുള്ളി പറഞ്ഞതായിരിക്കാം സത്യം. അത് ഞാൻ എന്തായാലും അനുഭവിച്ചറിഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പം ഈ പറയുന്ന വ്ളോഗറെ കുറിച്ചിട്ടാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ വ്ളോഗർ ടെൽ-അവീവിലാണ്, അതായത് ഇസ്രായേലിന്റെ തലസ്ഥാനമായിട്ടുള്ള ടെൽ-അവീവിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് കണ്ട. ആ മതിലിൽ ചുമരിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് കാണാം. കാരണം ഇസ്ലാമിനെയും ക്രൈസ്തവരെയും വെറുക്കുന്ന ഒരു വിഭാഗമാണ് ഈ ജൂതർ എന്നുള്ളത്. അപ്പൊ ആ ജൂതരുടെ താങ്ങി നടക്കുന്ന ഒരു വൃത്തികെട്ട സാധനമാണ് ഈ ജെറുസലേം വാണം. ഈ അമ്മായി അവിടെ എന്താണോ കൊടുത്തോണ്ടിരിക്കുന്നത്, അമ്മായി അവിടെ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ഈ വീഡിയോയിലൂടെ അമ്മായി പച്ചയ്ക്ക് ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ ഞാൻ കാണിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യവും തോന്നാറ്. കാരണം ഇതുപോലുള്ള ഈ പുഴുത്ത വർഗ്ഗങ്ങൾ ഈ രാജ്യത്തിന്റെ ശാപമാണ്. അപ്പൊ ഈ ബ്ലോഗർ ഇസ്രായേലിൽ ചെന്ന സമയത്ത് അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ട് തന്നെ ഏതാണ്ട് 4-4.5 മണിക്കൂറോളം ഈ എയർപോർട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്തരത്തിലെല്ലാം ഇദ്ദേഹത്തോട് ചെയ്തു എന്നാണ് ഈ എയർപോർട്ടിലെ ഉദ്യോഗസ്ഥർ ചെയ്തു എന്നാണ് ഇദ്ദേഹം ഈ വ്ളോഗറിലൂടെ പറഞ്ഞത്. ഈ അമ്മായി ഈ വ്ളോഗറെ തിരക്കി ഈ ഇസ്രായേൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുക. അതായത് ജെറുസലേമിന്റെ ഭാഗത്ത് എവിടെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഇവരെ ചെവിക്കുറ്റി ഞാൻ അടിച്ച് പൊളിക്കുമെന്നാണ് ഇപ്പൊ അമ്മായി ലൈവിലൂടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അമ്മായി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ലീലാവിലാസങ്ങളെ കുറിച്ചിട്ട്, അമ്മായി കൊടുക്കുന്ന സാധനങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കുക. അതായത് ഇസ്രായേലിൽ നിന്നും നമ്മൾ കാണാത്ത പല സംഭവങ്ങളും ഈ വ്ളോഗർ ഒരു പക്ഷെ നമുക്ക് കാണിച്ചു തരും എന്നുള്ളതിന്റെ ഒരു ലക്ഷ്യം കൊണ്ടായിരിക്കാം ഒരു പക്ഷെ ചിലപ്പോൾ അമ്മയുടെ കുരുപൊട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. വീഡിയോയിലേക്ക് ഒന്ന് പോവാം. ഞാൻ റീന ഫ്രാൻസിസ് യെരുശലേമിൽ നിന്നും. ഹീൻ എന്നുള്ള ഒരു പേരുള്ള ഒരു സുഡാപ്പി കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇസ്രായേലിൽ കാലുകുത്തി. ആ സുഡാപ്പി മാഹീൻ എന്ന് പറയുന്ന ചെറ്റിയെ ഞാൻ സത്യത്തിൽ യെരുശലേമിൽ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അവൻ യെരുശലേമിൽ വല്ല ലൈവ് ചെയ്യുന്നത് വല്ല ഞാൻ കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കാരണം അടിച്ച് പൊളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിങ്ങിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്തോ ഈ സുഡാപ്പി മാഹീൻ 7 ദിവസമായിട്ട് ഒരു അനക്കമൊന്നും കാണുന്നില്ല. ഇസ്രായേലിൽ വന്ന ആദ്യത്തെ ഒരു ദിവസം അവൻ കാലുകുത്തിയ ആദ്യത്തെ ദിവസം 1-2 വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അവനെക്കുറിച്ച് ഒരനക്കവും തന്നെ ഇല്ലയെന്ന് വേണം പറയാനായിട്ട്. അവൻ ഇസ്രായേലിൽ വന്ന് കാലുകുത്തുന്ന ആ ദിവസം തന്നെ ഞാൻ അവൻ്റെ വീഡിയോ കണ്ടിരുന്നു, ഈ സുഡാപ്പി മാഹീൻ്റെ. അപ്പോൾ ഞാൻ ആദ്യ ദിവസം കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ കരുതിയതാണ്, ഇവൻ യെരുശലേമിൽ എന്തായാലും കാലുകുത്താതിരിക്കത്തില്ല. കാരണം ഇവൻ വിലാപ മതിലിൽ ഷൂട്ടിങ് ചെയ്യാൻ വരും.
കാരണം വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലേസാണ് യെരുശലേമിൽ വിലാപ മതിൽ എന്ന് പറയുന്നത് തന്നെ, വെയിലിംഗ് വോൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്തായാലും ഷൂട്ട് ചെയ്യാൻ വരും. അങ്ങനെയാണെങ്കിൽ ആ ഷൂട്ടിംഗ് ചെയ്ത് അവൻ അതെ റബി സ്വീഗോഗനെ ബ്രൂട്ടലി കൊന്നുകളഞ്ഞു. ഇന്നലെ ദുബായിൽ നടന്ന സംഭവമാണ് ഞാൻ പറയാം. ഈ മാഹീൻ എന്ന് പറയുന്ന സുഡാപ്പി ചെറ്റ, അവൻ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇസ്രായേലിൽ വന്ന് കാലുകുത്തി. അവൻ തീവ്രവാദിയാണ് എന്നുള്ളതിനകത്ത് ഒരു മാറ്റവുമില്ല. കാരണം ഇവൻ ഒരു നിഷ്പക്ഷനായ ഒരു ബ്ലോഗർ ആകുമ്പം അവൻ നിഷ്പക്ഷനായിട്ട് കാര്യങ്ങൾ പറയേണ്ടവനാണ്. പക്ഷേ അവൻ സുഡാപ്പി പ്രീണനം മൂത്തിട്ടാണ് പല ബ്ലോഗുകളും ചെയ്യുന്നത്. അവൻ താലിബാനിൽ ചെന്നപ്പോൾ താലിബാൻ ഇവന് വിസ്മയം, താലിബാൻ ഭയങ്കര വിസ്മയം, താലിബാനിലെ ഇപ്പോൾ നടത്തുന്ന തീവ്രവാദികളെല്ലാം തന്നെ ഭയങ്കര സ്നേഹമുള്ളവരാണ് എന്ന് പറഞ്ഞ് കമന്റിട്ട് തള്ളി മറിച്ചവനും വീഡിയോ ചെയ്തവനുമാണ്. അപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ച് വെച്ചതാണ്, എന്തായാലും ഇവൻ വ്ലോഗ് ചെയ്യാൻ യെരുശലേമിൽ വരും. അങ്ങനെ ഇവൻ യെരുശലേമിൽ വന്നു കഴിഞ്ഞാൽ അവൻ്റെ കൊറോണ അടിച്ച് അവൻ്റെ പൊളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമാണ്. പിന്നത്തെ കാര്യം പിന്നെ ഞാൻ എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം. അത് ഞാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. അവൻ്റെ കൊറോണ അടിച്ച് പൊളിക്കണം എന്നുള്ളത് എൻ്റെ ഒരു മോഹമായിരുന്നു. പക്ഷേ ആ മോഹം നടന്നില്ല പ്രിയ സഹോദരങ്ങളെ. കാരണം 7 ദിവസമായിട്ടും മാഹിൻ്റെ വീഡിയോസ് ഒന്നും പുറത്തേക്ക് വരുന്നില്ല. എന്തുകൊണ്ട് അവൻ വീഡിയോസ് പുറത്തേക്ക് വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ടെല്ലവിയിൽ വന്നിട്ട് ഇവൻ ഒരു വീഡിയോ ചെയ്തു. ആദ്യത്തെ ദിവസം തന്നെ ടെല്ലവിയിൽ വന്ന് ഇവൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ അവൻ പറയുന്നുണ്ട്, 4 മണിക്കൂർ ചെക്കിങ്, ഒരു രാജ്യത്തുമില്ലാത്തൊരു പ്രത്യേക ചെക്കിംഗ് ആയിരുന്നു എനിക്കുണ്ടായിരുന്ന ചെക്കിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയാണ്, ആനയാണ്, തൂണിയാണ് എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. 4 മണിക്കൂർ ചെക്കിംഗ് ചെയ്തുവെങ്കിൽ ഇതൊരു യുദ്ധം നടക്കുന്ന ഒരു രാജ്യമാണ്. മാഹീർ എന്ന പേരുള്ള ഒരു മലയാളി തീവ്രവാദി ഇതിനകത്ത് കയറിയാൽ ഉറപ്പായിട്ടും ഇസ്രായേലുകൾ ചെക്കിംഗ് ചെയ്യും. 4 മണിക്കൂർ അവർ ചെക്കിംഗ് നടത്തി ആനയാണ്, തൂണിയാണെന്നൊക്കെ ഇട്ടപ്പോൾ അവൻ ആ വീഡിയോക്കകത്ത് പറഞ്ഞ് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. അവൻ പറയുന്നുണ്ട്, സത്യം മാത്രമേ പറയാവൂ എന്ന് യഹൂദന്മാർ എടുത്ത് ചോദിച്ചായിരുന്നു ഇവനോട്. അപ്പോൾ വെസ്റ്റ് ബാങ്കിൽ പോകുന്ന കാര്യം അവരോട് പറഞ്ഞില്ല. ഞാൻ വെസ്റ്റ് ബാങ്കിൽ പോകണമെന്ന് അവനോട് പറഞ്ഞില്ല എന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ മാഹീൻ എവിടെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. പിന്നെ ഇവൻ ജൂത ജഡ്ഡിയെ തിരക്കിയാണ് ആദ്യം നടന്നത്. ആദ്യം ആൾക്കാരെല്ലാം ഇടുന്നത് ഇരുമ്പ് ജഡ്ഡിയാണല്ലോ. അപ്പോൾ സാധാരണ നല്ല ജൂതൻ്റെ ഒറിജിനൽ ജഡ്ഡി ഇട്ട് നടന്നാൽ കുറച്ച് വ്യത്യാസം എന്തെങ്കിലും കാണുമെന്നായിരിക്കും. അതുകൊണ്ടാണ് അവൻ ജൂത ജഡ്ഡി തിരക്കി നടന്നത്. സത്യത്തിൽ മാഹിൻ്റെ ഉമ്മയ്ക്ക് ജൂത ജഡ്ഡി കൊടുത്താൽ കാര്യം നടക്കുമോ? ഞാൻ അറിയാണ്ട് ചോദിക്കുക. ഇവിടെ സാധാരണ ഇരുമ്പ് ജഡ്ഡി ഇട്ടാലേ കുതം പൊളിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചൂടാക്കുകളെല്ലാം കൂടി ചേർന്ന് ഇതിൻ്റെ ഉസ്താദുമാരെല്ലാം കൂടി മലപ്പുറത്ത് ഓടി നടന്ന് കുതം പൊളിക്കും. അപ്പോൾ ഇവൻ്റെ ഉമ്മയ്ക്ക് ജൂതൻ്റെ ജഡ്ഡി കൊടുത്താൽ, മാഹിൻ്റെ ഉമ്മയ്ക്ക് ജൂതൻ്റെ ജഡ്ഡി കൊടുത്താൽ മാഹിൻ്റെ ഉമ്മയുടെ കുതം പൊളിയാതിരിക്കുമോ? ഞാൻ അറിയാണ്ട് ചോദിക്കുക. മോഹം. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ അറബ് വിരുദ്ധത. ഇവിടെ കേരളത്തിലിരുന്നു കൊണ്ട് ഇസ്രായേലിന് വിരുദ്ധമായി സംസാരിക്കുകയും കേരളത്തിലിരുന്നു കൊണ്ട് ഇസ്രായേലിനെ താറടിച്ച് കാണിക്കുകയും ചെയ്യുമ്പോൾ, ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട് ഇസ്രായേലുകളെ ആക്രമിക്കുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഹമാസ് തീവ്രവാദികൾക്കെതിരെ അവരെന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അറബ് വിരുദ്ധതയെന്നും പ്രചരിപ്പിച്ചുകൊണ്ട് അത് ഇസ്ലാമിസ്റ്റുകളെ വിരുദ്ധതയെന്ന് ഇവൻ പ്രവചിക്കണമെങ്കിൽ എത്രമാത്രം തീവ്രവാദിയായിരിക്കണം ഈ മാഹിൻ എന്ന് പറയുന്ന ചെറ്റ. ഇപ്പം അവൻ എവിടെയാണ് എന്ന് ഒരു ചോദ്യം ഉണ്ടല്ലോ, അത് അവൻ്റെ ബ്ലോഗിൽ തന്നെ അവൻ പറഞ്ഞിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിൽ പോകണമെന്ന് അവൻ ആഗ്രഹിച്ചുവെന്നും വെസ്റ്റ് ബാങ്കിൽ അപ്പോൾ എവിടെയാണെന്ന് മാഹിനെ തിരക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഉത്തരം, മാഹിൻ വെസ്റ്റ് ബാങ്കിൽ നല്ല വൃത്തിയാണം കൊതം കൊടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ മാഹിൻ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് കൊതം കൊടുക്കുന്നത് പ്രാക്ടീസ് ചെയ്ത് പോയത്. അവിടെ ചെന്നാൽ അവിടെ ഉണ്ട് ആണ് യൂണിവേഴ്സിറ്റി. ഇതൊക്കെ പറഞ്ഞോ, ഇസ്രായേലിൽ കയറി വന്ന് നീ പഞ്ച ആള് കളിക്കാൻ വേണ്ടി ജൂതവിരുദ്ധതയുമായിട്ട് ഇസ്രായേലിൽ കയറി ഇറങ്ങിയാലുണ്ടല്ലോ, നിന്റെ അണ്ടി മുറിയണ്ടി ബാക്കി കാണത്തില്ല. ജൂതനോടാണ് കളിക്കുന്നത്. കളയാന്നുണ്ടെങ്കിൽ മമ്മദ് നാമഭ്രാന്തന്മാരെന്ത് ചെയ്യുമായിരിക്കും? കോയമാരെല്ലാം കൂടി ചേർന്നിട്ട് കൊതം പൊളിക്കുമായിരിക്കും. പക്ഷേ അവന് മുറിയണ്ടി വെട്ടിയെടുക്കും ഇസ്രായേൽ. കൂടുതൽ അവൻ വേലത്തരം കാണിച്ച് ഇസ്രായേൽ അവൻ നെളിഞ്ഞു നടന്ന ജൂതൻ്റെ ചട്ടി തിരക്കി നടക്കുന്നു. വെസ്റ്റ് ബാങ്കിൽ പോകാൻ വേണ്ടി ഇടാൻ വേണ്ടി വന്നതാ ജൂതൻ്റെ ചട്ടിയുമായിട്ട്. റഹീമിന് 34 കോടി കൊടുത്ത്, റഹീം എന്ന് പറയുന്ന അബ്ദുൾ റഹീമിനെ 34 കോടി കൊടുത്ത് സൗദിയിൽ നിന്നും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന മലയാളി സമൂഹമേ, നമ്മുടെ മാഗീനെ വെസ്റ്റ് ബാങ്കിൽ നിന്നും ഹമാസ് തീവ്രവാദികൾ കൊതം പൊളിച്ചുകൊണ്ടിരിക്കുന്ന അവനെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷിച്ച് നിങ്ങൾ കൊണ്ടുവന്ന് കേരളത്തിൽ വിടുക. ഇല്ലെങ്കിൽ അവൻ കൊതമില്ലാതെ അവൻ കുണ്ടിക്കുൾ 2 ഗുണ്ടുമാമ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇനി എല്ലായിടത്തും നടന്ന് ബ്ലോഗ് ചെയ്യേണ്ടി വരും. കേട്ടോ സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങൾ ആര് പരിശ്രമിക്കുക. കേരള സമൂഹമേ, എൻ്റെ ഒരു അപേക്ഷയാണ്, വെസ്റ്റ് ബാങ്കിൽ പോയി കിടക്കുകയാണ് കൊച്ച്. അപ്പൊ നമ്മുടെ സുവിശേഷ അമ്മായിയുടെ പുലപ്പിത്തരം നിങ്ങൾ കേട്ടല്ലോ അല്ലെ. എന്ത് പറഞ്ഞു വന്നാലും ഇസ്ലാമിന്റെ നെഞ്ചത്തേക്ക് കൊണ്ടുവെക്കുക എന്നുള്ളത് അമ്മായിയുടെ ഒരു സ്ഥിരം തൊഴിലാണല്ലോ. അപ്പൊ പോരാത്തിന് മാഹിൻ എന്ന് പറയുന്ന ബ്ലോഗർ ഒരു മുസ്ലിമും കൂടെ ആയതുകൊണ്ട് പിന്നെ അമ്മായിക്ക് ഇതല്ലാതെ പിന്നെ മറ്റെന്താണ് പറയാൻ സാധിക്കുന്നത്? എന്താണെങ്കിലും ജൂതന്മാർക്ക് അമ്മായി അവിടെ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങളാണ് അമ്മായി വന്നിരുന്നുകൊണ്ട് ഈ വീഡിയോയിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ മാഹിൻ എന്ന് പറയുന്ന ഈ ഒരു വ്ളോഗർ അവിടെ വന്നത് വീഡിയോ ചെയ്തതിന്റെ പേരിൽ വീഡിയോ ചെയ്തു. ഇപ്പൊ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേഷൻ നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് മാഹിൻ വ്ളോഗ് ചെയ്യാത്തത് അതിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല. ഒരു പക്ഷേ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വീഡിയോ വന്നതിന് ശേഷങ്ങൾ മാത്രമേ നമുക്ക് എന്താണ് അവിടെ നടന്നിട്ടുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഈ കിടന്ന് കുരയ്ക്കുന്ന ഈ അമ്മായി ഒരു കാര്യം വിട്ടുപോയി. കാരണം
ലോകം കണ്ടൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ചാര സംഘടനയായിട്ടുള്ള മൊസാദിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരാളെ ദുബൈയിൽ വെച്ചിട്ട് വധിച്ചു കളഞ്ഞു എന്നുള്ള ആ ഒരു വാർത്ത ഞെട്ടലോടെയാണ് ലോകം മുഴുവൻ കേട്ടത്. പക്ഷേ ഇസ്രായേലിൽ നടക്കുന്ന സംഭവങ്ങളോ അല്ലെങ്കിൽ ഇസ്രായേലിൽ പിന്നെ നെതന്യാഹുവിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ജനരോക്ഷം ആ പ്രദേശത്ത് നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള വാർത്തകളൊന്നും പുറം ലോകത്തേക്ക് വരികയോ ഒന്നും ചെയ്യില്ല. കാരണം അപ്പൊ അത് ഒരു പക്ഷേ ചിലപ്പം ഈ പറഞ്ഞ വ്ളോഗറിലൂടെ എങ്ങാനും പുറം ലോകത്തേക്ക് അറിഞ്ഞു പോയാൽ ഇത്രയും കാലം കെട്ടിപ്പടുത്തു വെച്ചതും ജൂതന്മാർക്ക് വേണ്ടി നക്കി വെളുപ്പിച്ചതും ഒക്കെ ഈ അമ്മായിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിയോ ഉള്ള ഒരു ഇതുകൊണ്ടായിരിക്കും അവർ പക്ഷെ ചിലപ്പം എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അടിച്ച് പിരുത്ത് കളയോ എന്നൊക്കെ പറയും. എന്തായാലും അവന്റെ കയ്യിൽ കിട്ടാതെ അമ്മായി സൂക്ഷിച്ച് എവിടെങ്കിലും മാറി നടന്നോളൂ. ആ ചെറുക്കൻ വ്ലോഗ് ചെയ്യാൻ വരുന്ന സമയത്തൊന്നും അമ്മായി അവന്റെ മുമ്പിൽ വന്ന് പെടരുത്. ഒരു പക്ഷേ ചിലപ്പം അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു വന്നില്ലെങ്കിലും ചിലപ്പോൾ അമ്മായി കിട്ടി ചിലപ്പോൾ 2 കീറ് തരാനായിട്ടുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാം. മറ്റൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷയും നിങ്ങളൊക്കെ സ്വന്തം വെനീസ് ടു എന്റർടൈൻമെന്റ്.